ഗൈസ്, ഒരു അടിപൊളി വീഡിയോയുമായാണ് സത്യവ്രതം 3 വന്നിരിക്കുന്നത്. ഇന്ത്യയിലാകെ കുറച്ച് സൂപ്പർ കമ്പ്യൂട്ടറുകളേ ഉള്ളൂ, അതും വിരളമാണ്. അങ്ങനെ ഒന്ന് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുണ്ട്. അത് കാണാൻ നമ്മുടെ മാഷും നമ്മുടെ ചങ്ങായിമാരും കൂടെ ഒരു പോക്ക് പോവുകയാണ്. ആദ്യമായാണ് കേസ് ഞാനൊരു സൂപ്പർ കമ്പ്യൂട്ടർ നേരിട്ട് കാണാൻ പോകുന്നത്. ഹോളിവുഡ് സിനിമയിലും ന്യൂസ് പേപ്പറിൽ മാത്രം കണ്ടിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ നേരിട്ട് കാണാൻ അവസരം ഉണ്ടാക്കി തന്ന ബാലാജി സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല എക്സൈറ്റഡ് ആയി നമുക്ക് പോയി കാണാം. സാധനം 1964 രാമേശ്വരത്ത് ഒരു ചുഴലിക്കാറ്റ് വരികയും 200ഓളം യാത്രക്കാരുമായി പോയ ട്രെയിൻ അന്ന് ആ അപകടത്തിൽപ്പെട്ടു. ഈ ചുഴലിക്കാറ്റ് മുൻകൂട്ടി പ്രവചിച്ചിരുന്നെങ്കിൽ ഈ വലിയൊരു ദുരന്തം ഒഴിവാക്കാമെന്ന് മനസ്സിലാക്കി ഇന്ത്യൻ ഗവൺമെന്റ് വെതർ ഫോർകാസ്റ്റിലെ ഡേറ്റ അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വേണമെന്ന് നിർദ്ദേശിക്കുകയും അമേരിക്കയിൽ നിന്നൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അക്കാലത്ത് അമേരിക്കൻ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ വില ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ സൂപ്പർ കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാനുള്ള തീരുമാനമായി. അങ്ങനെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് 1990കളിൽ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ചു. നമ്മളിന്ന് കാണാൻ പോകുന്നത് സീഡാക്കും നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനും ചേർന്ന് വികസിപ്പിച്ച പരമ്പരൽ എന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഇനി സൂപ്പർ കമ്പ്യൂട്ടർ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു ഗെയിമിംഗ് പി സി വിചാരിക്കുക. അതായത് നമ്മുടെ പ്രോ ഗെയിമർമാരൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ. ഈ ഒരു പി സി 1 മണിക്കൂറുള്ള ഒരു വീഡിയോ റെൻഡർ ചെയ്തെടുക്കാൻ 10 മണിക്കൂറെങ്കിലും വേണ്ടി വരും. എന്നാൽ അതേ വീഡിയോ നമ്മുടെ പരമ്പരൽ എന്ന സൂപ്പർ കമ്പ്യൂട്ടറിന് വെറും 36 സെക്കൻഡ് കൊണ്ട് റെൻഡർ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞ ടാറ്റ നാനോയും ലംബോർഗിനി അവന്റിഡോറും. അങ്ങനെ സൂപ്പർ കമ്പ്യൂട്ടർ കാണാൻ നമ്മുടെ ഒരു ഹാളിലേക്ക് കൊണ്ടുപോയി ഇവിടെ നിന്ന് ഗ്രൂപ്പായാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കേസ് ദ മൊമെന്റ് ഓഫ് ട്രൂത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഗെയ്സ്, ഇതാണ് ആ സൂപ്പർ കമ്പ്യൂട്ടർ. ഗെയ്സ്, ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ സവിശേഷതകളെ പറ്റി പറഞ്ഞു തരുമെന്ന് ഞാൻ അവിടെ നിന്ന് സാറിനോട് ചോദിച്ചു. NITയിലെ സാറന്മാർ ഫാക്കൽറ്റീസ് ഒക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. 5 ചേമ്പറുള്ള വലിയൊരു അലമാര പോലെയാണ് കേസ് ചെയ്തിരിക്കുന്നത്. ഒരു മുറിയുടെ നല്ലൊരു ഭാഗമായി ഇതിനു വേണ്ടി ഇവർ മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരാളെക്കാൾ കൂടുതൽ പൊക്കവും 5 മീറ്റർ നീളവും 2 മീറ്റർ അടുപ്പിച്ച് വീതിയും ഇതിന് വരും. അതായത് അത്രയ്ക്ക് വലിയ കിണ്ണം കാച്ച സാധനമാണിത്. പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറിന് 156 കമ്പ്യൂട്ടിംഗ് നോട്ട്സ് ആണ് ഉള്ളത്. ഇതിൽ 107 CPU കമ്പ്യൂട്ടർ നോട്ട്സ് ആണ്. ഇതിൽ ഈ 2 ഇന്റലിന്റെ സിയോൺ കാസ്കേഡ് ലേക്ക് 8268 24 കോർ 2.9 GHz പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 10 GPU നോട്ട്സ് ആണ് വരുന്നത്. അതിൽ NVIDIAയുടെ ടെസ്ല മോഡലിലെ V100 സീരീസ് ആണ് വരുന്നത്. പിന്നെ 39 ഹൈ മെമ്മറി കമ്പ്യൂട്ടർ നോട്ട്സ് ആണ് വരുന്നത്. சூப்பர் கம்ப்யூட்டருக்கும் there are a lot of difference இல்லையா? ஏன்னா குரூப் ஆஃப் சிஸ்டம்ஸ் வந்து பார்த்தீங்கன்னா இட்ஸ் கம்பைன்ட் இன் தி சிங்கிள் குரூப், இட்ஸ் கிளஸ்டரிங் டு தி சிங்கிள் குரூப். ஸோ வாட்ஸ் த யூஸ் ஆஃப் தட்? இப்போ நார்மலாக வந்து ஒரு சிஸ்டம் உங்களோட லேபில் இருக்குன்னா உங்களோட டெஸ்க்டாப் மிஷின் வந்து இட் ஹேஸ் இட்ஸ் ஓன் ஸ்பீட், ஐ மீன் நெட்வொர்க் ஸ்டோரேஜ் ஏரியா, அதுக்கப்புறம் வந்து பார்த்தீங்கன்னா GUI சிஸ்டம்ஸ் எல்லாமே வந்து பார்த்தீங்கன்னா இட் இஸ் லிமிட்டட். பட் ഇതിൽ வந்து பார்த்தீங்கன்னா ഇതിലൂടെ ടെക്നോളജിയെ വേറെ. ക്ലസ്റ്ററിംഗ് എന്ന കോൺസെപ്റ്റാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നത്. ഇത്രയും പവർഫുൾ ആയ പ്രോസസ്സറുകളും GPUകളും ഇതിൽ വൻതോതിൽ കയറി വരുന്ന ഡേറ്റകളെ പ്രോസസ്സ് ചെയ്യാൻ ഇവ തമ്മിൽ ഇൻഫിനി ബാൻഡ് എന്ന ഒരു പോർട്ടലിലെ കണക്ഷൻ ഉണ്ട്. ഈ ഒരു ടെക്നോളജി കാരണമാണ് ഇത്രയും വലിയ കാൽക്കുലേഷൻ ഇത് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്നത്. ഇൻഫിനി ബാൻഡിന്റെ സഹായത്തോടെ ഇതിന് ഇന്റർനെറ്റ് 100 GB/s ആണ് ഇതിന്റെ വേഗത. സൂപ്പർ കമ്പ്യൂട്ടറിന് 52.416 ടെറാബൈറ്റ് റാം ആണ് വരുന്നത്. 1 പെറ്റാബൈറ്റ് ഓഫ് സ്റ്റോറേജ് ആണ് വരുന്നത്. അതായത് 2 ലക്ഷം സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം. ഏകദേശം 20 കോടിയോളം രൂപയാണ് ഈ കമ്പ്യൂട്ടറിന് വേണ്ടി ഇവർ ചിലവാക്കിയെന്നാണ് പറയുന്നത്. 15ൽ കൂടുതൽ സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് ഇന്ത്യയിലെ പല ഭാഗത്തും സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഇതുപോലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ വെതർ പ്രഡിക്ഷനും പ്രകൃതി ദുരന്തങ്ങളെ പ്രഡിക്റ്റ് ചെയ്യുകയും അതിൽ നിന്നുള്ള കോമഴികൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. വെതർ പ്രഡിക്ഷൻ കൂടാതെ പ്രോട്ടീൻ അനാലിസിസ്, ജെനോം പ്രഡിക്ഷൻ, ഇതിനൊക്കെ ന്യൂക്ലിയർ റിയാക്ഷൻ സിമുലേഷനും പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കുന്നതിനും സ്റ്റോക്ക് മാർക്കറ്റ് പ്രഡിക്ഷനും എല്ലാം ഉപയോഗിക്കും. എന്തിനേറെ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഇന്റർസ്റ്റെല്ലർ സിമുലേഷനുകളിലും നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ വരുന്ന ഡേറ്റ ഒരിടത്ത് സ്റ്റോർ ചെയ്യാതെ തൊട്ടടുത്തുള്ള സൂപ്പർ കമ്പ്യൂട്ടറുമായി ഷെയർ ചെയ്യുകയാണ്. ഇതിന് കാരണം ഏതെങ്കിലും ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡേറ്റ ലോസ് ഉണ്ടാകാതിരിക്കാനാണ്. നമുക്കൊരു കമ്പാരിസൺ നടത്താം. ആപ്പിളിന്റെ iPhone 16 പ്രോയ്ക്ക് ഒരു പ്രോസസ്സറാണുള്ളത്. പരമ്പരയിലാകട്ടെ 107 CPU നോട്ട്സിൽ 2 പ്രോസസ്സർ വീതമുണ്ട്. അങ്ങനെ ആകെ 214 പ്രോസസ്സറുകളുണ്ട്. ഇന്റൽ സിയോണിന്റെ iPhone 16 പ്രോയ്ക്ക് 6 CPU കോറാണുള്ളത്. നോർമൽ കമ്പ്യൂട്ടറുകൾക്ക് വരെ 8 തൊട്ട് 10 കോർ വരെയാണുള്ളത്. എന്നാൽ പരമ്പരയിൽ 5136 CPU കോറുകളാണുള്ളത്. iPhone 16 പ്രോയ്ക്ക് 16 GB റാമാണ് വരുന്നത്. പരമ്പരയിലിന് 52.416 ടെറാബൈറ്റ് റാമാണ്. അതായത് iPhone 16 പ്രോയെക്കാളും 32 ലക്ഷം മടങ്ങ് പവർഫുൾ ആണിത്. സാധാരണ ഗെയിമർ ഉപയോഗിക്കുന്ന ഹൈ എൻഡ് PCയുടെ 1000 മടങ്ങ് വേഗതയുണ്ട് ഇതിന്. ഞാൻ പറഞ്ഞ ഇത്രയും കൂറ്റൻ പ്രോസസ്സറുകൾ വരുന്ന ഈ ആദ്യത്തെ 3 ചേമ്പറുകളിലാണ്. ഈ കറുത്ത കുഞ്ഞു കുഞ്ഞു പെട്ടികൾ ഓരോ പ്രോസസ്സറുകളാണ് ഈ കാണുന്നത്. ഈ പ്രോസസ്സറുകളുടെ താഴെ ഇതിന് പവർ കൊടുക്കുന്ന എനർജി സോഴ്സുമുണ്ട്. ഇത്രയും വലിയ പ്രോസസ്സറുകളായി നട്ടും ബോൾട്ടിൽ ഈ റാക്കിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇവയെല്ലാം ഒരു ബഞ്ച് ഓഫ് വയറുകളുടെ പിൻഭാഗത്ത് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഒത്തുപിടിച്ച മലയും പോരും എന്ന കോൺസെപ്റ്റാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇതിൽ മോണിറ്റർ ഇല്ല. അപ്പോൾ ഈ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് NITയിൽ പെർമിഷൻ എടുത്ത് അവർ തരുന്ന ID യും പാസ്വേഡും ഉപയോഗിച്ച്
പരമ്പൊരുൾ NSM എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വെറുതെ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. Labeled there. CN stands for compute node. GPU is also here. GPU 0 to GPU 7. Times 6. So it's faster for Ethernet people. And this one is storage. ഈ കാണുന്ന നാലാമത്തെ അഞ്ചാമത്തെ ചേമ്പറുകളിലാണ് സ്റ്റോറേജ് പാർട്ട് വരുന്നത്. And the OS is machine is running on Linux OS for security and safety purpose. താഴെ കാണുന്ന എയർ കണ്ടീഷനിങ് വെൻസാണ് ഇതിനെ തണുപ്പിക്കുന്നത്. ഒരേ സമയം ഒരുപാട് പേർക്ക് ഇതിന്റെ വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിൻഡോസിന് പകരം ലിനക്സ് ആണ് ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും മാജിക്കലായ മെഷീൻ കണ്ട് ഞാൻ ആകെ അന്തമിട്ട് പോയി. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സൈഡിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇവരുടെ ലോഗോയും എല്ലാം കാണാം. പരമ്പരയിൽ നിന്ന് പേര് എഴുതിയിരിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ കാണാം. 20 കോടി രൂപയുടെ മുതലാണ് കേസ് ഇരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ചെറിയ കമ്പോണന്റുകൾക്ക് ലക്ഷങ്ങൾ മൂല്യമുണ്ട് കേസ്. ഇതെല്ലാം കണ്ട് എന്താ വിട്ട് ഞാൻ ഓരോ പീസുകളെ തൊട്ട് നോക്കാമെന്ന് വിചാരിച്ചു. NITയിലെ ഫാക്കൽറ്റീസ് നല്ല ചില്ലായിരുന്നു. അവരെനിക്ക് എല്ലാ കമ്പോണൻസും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടായിരുന്നു. It's power unit. This one is a DLC. It's node. It's compute GP node and compute node we operated, and down it's the DLC. It's hydraulic for pulling the anything. ആദ്യത്തെ 3 ചേമ്പറുകൾ ഒരേ ആവശ്യത്തിനുള്ളതാണെന്നാണ് ഈ ചേട്ടൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. This is the supercomputer. It's actually power unit is there. The electricity power unit is top of the rack, and below that nodes are populated. And this is separated for logging nodes and the managing service nodes to entry the data into the supercomputer. So the GPU and the CPU are there. Yeah, GPU and CPU. നമ്മുടെ ലൈബ്രറിയിലെ ബുക്ക് ഷെൽഫിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേസ്. നമ്മുടെ കൂടെ വന്ന ചങ്ങായിമാർ അവിടെ നമ്മളെ നോക്കുന്ന കേസ്. എന്താല്ലേ അടിപൊളി സാധനം, കിണ്ണം കച്ച സാധനം. തൊട്ടപ്പുറത്തെ NITയുടെ CC ലാബാണ്. പിള്ളേരെ നല്ല ഉഷാറായിട്ടിരുന്ന് വർക്കുകൾ ചെയ്യുകയാണ് കേസ്. സംശയം ചോദിച്ചാൽ തന്നെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ സാറന്മാരെല്ലാം നമ്മളെ നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ നാലാമത്തെ ചേമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ് കേസ്. കാരണം ഇത്രയും വലിയ സ്റ്റോറേജും ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സറും ഇതിന്റെ ഇന്റർനെറ്റ് കണക്ഷനും എല്ലാം ലിങ്കായി വരുന്ന സ്ഥലമാണ് ഇത് കേസ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറും ഹെൽപ്പിംഗ് ടൂൾസും ടെസ്റ്റിംഗ് ടൂൾസും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത്രയും കാൽക്കുലേഷൻ ചെയ്ത് ചൂടാകുന്ന സാധനം എങ്ങനെ തണുപ്പിക്കുമെന്ന് ഞാൻ ചോദിച്ചു. It's using two types of cooling systems. One water cooling and air cooling. It's a normal AC but powered. Like tubes or like liquid, any tube is going on? Underground. Underground. Yeah. It's an elevated floor. It's underground pipelines and wirings are underground. And this water cooling and under pipelines, and you can reduce the heat and elements. Yes. Under 15 ഡിഗ്രി സെൽഷ്യസിലെ എയർ കണ്ടീഷൻഡ് റൂമാണിത്. താഴെ കാണുന്ന ട്യൂബിൽ കൂടെ പോകുന്ന ഐസ് വാട്ടറാണ് കേസ്. ഇതാണ് ഇവയെ തണുപ്പിച്ച് വെച്ചിരിക്കുന്നത്. സോ ഹൗ മച്ച് ഇറ്റ് വിൽ കോസ്റ്റ് സർ, ലൈക്ക് ടോട്ടൽ ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് എവരിതിങ്? Electricity and 15 lakhs. 15 lakhs per month. Year one. Oh my god. Sivane 20 kV. 20 kV power எடுக்கும். plus one day பாத்தீங்கன்னா 240. 440 kV powers. Oh, ഒരു പവർ സ്റ്റേഷൻ നിയർലി. Yeah. ഇത്ര പവർ എടുക്കുക. plus external DG இருக்கு. UPS 400 kV UPS இருக்கு. 20 minutes UPS backup இருக்கு. 20 minutes. Yeah. So and electricity costs only 20 minutes it will survive. No, I have a DG. DG வந்து 400 kV இருக்கு. இது வந்து 20 minutesங்கிறது only just change over time only. Either 5 minutes DG supply will come automatically. AMF panel given automatically change over ஆயிரும். So it will be open for 24 hours. Yeah, Running 365 days. 365 24 hours. So what about change? ഇതാണ് ഗൈസ് ഈ സൂപ്പർ കമ്പ്യൂട്ടറിന് ആകെ മൊത്തം ഒരു പ്ലാൻ. ഈ പ്ലാനിനെ പറ്റി സൂപ്പർ കമ്പ്യൂട്ടർ കയറുന്ന റൂമിന്റെ അവിടെ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പരമ്പരയിൽ വെബ്സൈറ്റിൽ കയറി കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. അടുത്തതായി നമ്മൾ NITയുടെ കുറച്ച് ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. NITയിലാണ് പഠിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ പിള്ളേർക്ക് വെയിറ്റ് ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഹാക്കത്തോൺ വന്ന കുറച്ച് ഫ്രണ്ട്സുമായി പരിചയപ്പെട്ടു. അവർ തിരുച്ചിറപ്പള്ളിയിലെ മറ്റൊരു കോളേജായ ശാസ്ത്ര കോളേജിൽ നിന്ന് വന്നവരാണ്. ഒരു കുഞ്ഞു റോബോട്ടുമായാണ് ഇവർ ഹാക്കത്തോൺ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. നല്ലൊരു ടീമാ, ചിൽ വൈബ്സ് ആയിരുന്നു. തമിഴ്നാട്ടിൽ സമ്മർ സീസൺ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ സിമ്പിൾസും കാണാം. ഒട്ടുക്കത്തെ ചൂടാണ് കേസ്, അടുക്കാൻ പറ്റാത്ത ചൂടാണ് കേസ്. വെളിയിലിറങ്ങി ഒരുപാട് നേരം അങ്ങനെ നിൽക്കാൻ നോക്കി അപ്പോഴേ സൂര്യൻ അടിച്ച് തള്ളിയിടും കേട്ടോ. ഒരുപാട് പേരുടെ സ്വപ്നമായി NITയുടെ വരാന്തകളിലൂടെ റോഡുകളിലൂടെ നമ്മളിങ്ങനെ നടന്നു.
അപ്പം കാണാതെ അവിടെ ഒരു എക്സ്പോ പോലെ സംഭവം നടക്കുന്നത്. അങ്ങനെ കുറച്ച് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഫുഡ് കഴിച്ചു വന്ന് നിൽക്കുന്നത് കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പാസ്ത റെക്കമെൻഡ് ചെയ്തു. ക്യാമറ ഫോബിക്കായ കൂട്ടുകാരിയുണ്ട്, അവൾ ക്യാമറ കണ്ടില്ല ചാടിക്കളയും. അങ്ങനെ ഇതൊക്കെ കണ്ട് എനിക്ക് അങ്ങ് വിശപ്പിളകി. അങ്ങനെ എനിക്ക് കുറച്ച് ചാട്ട് ഡിഷ് അങ്ങ് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ചെന്ന് പാനിപ്പൂരി, ബേപ്പൂരി, പാവുബജി, വടപ്പാവൊക്കെ വിൽക്കുന്ന ഒരു കടയിലോട്ട് കയറി ചെന്നു. മനമടിച്ച് നമ്മളിവിടെ കുരുങ്ങിയിരിക്കുകയാണ് കേസ്. ട്രൈ ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് കേസ്. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വടപ്പാവ് വന്നിരിക്കുകയാണ് കേസ്. ബർഗർ പോലെ ഇരിക്കുന്ന സാധനം, അകത്ത് എന്തോ വടയും പാറ്റുള്ള സാധനം. തമിഴ്നാട്ടിൽ NIT കിട്ടുന്നുണ്ട്. ഒരുപാട് സ്റ്റോളുകൾ ഇവിടെ ഉണ്ട് കേസ്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കും, ഇഷ്ടമുള്ള ഐറ്റങ്ങൾ മേടിക്കാം. ഓരോ ഫുഡ് ഐറ്റത്തിനും ഒരുപാട് കഥ പറയാനുണ്ട്. വഴിയോര കാഴ്ചകളുമായി ആസ്വദിച്ചുകൊണ്ട് ഞാൻ പതുക്കെ മുന്നോട്ടേക്ക് നടന്നു. ഒരുപാട് NIT പിള്ളേരെയൊക്കെ കാണാനും പറ്റി. ഇത്രയും വെയിലുണ്ടെങ്കിൽ അവിടെ ധാരാളം തണൽ മരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഐറ്റംസുമായിട്ടാണ് പലതരം സ്റ്റോളുകൾ വന്നിരിക്കുന്നത്. NIT എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവിടുത്തെ സൈക്കിൾ എക്കോസിസ്റ്റമാണ്. ഇവിടെ പോയാലും സൈക്കിളാണ് കേസ്. എല്ലാ പിള്ളേർക്കും ഓരോ സൈക്കിൾ അവർ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല സൈക്കിൾ ഫ്രണ്ട്ലി ക്യാമ്പസാണ്. എല്ലാ ബ്ലോക്കിൻ്റെ അവിടെ ഒരു സൈക്കിൾ പാർക്കിംഗ് പേ ഉണ്ട്. ഇവിടെ ഈ ചെറിയൊരു ഹാളിന് മുന്നിലായ ഒരുപാട് സൈക്കിളുകൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. നല്ലൊരു വ്യായാമ മാർഗ്ഗമാണ്. അത് മാത്രമല്ല നമ്മൾ പ്രകൃതിക്കും നല്ലതാണ് ഈ സൈക്കിളിലുള്ള യാത്ര. NIT ഡ്രസ് കോഡ് എന്നെ അമ്പരപ്പെടുത്തി കേസ്. നമുക്ക് എന്ത് കംഫർട്ടബിൾ ആണോ അത് ഇവിടെ ഇട്ടുകൊണ്ട് നടക്കാം കേസ്. നല്ല ശാന്തമായ അന്തരീക്ഷം. എല്ലാവരും ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുന്നു. എറണാകുളം, കോഴിക്കോട് നിന്ന് വന്ന 2 കൂട്ടുകാരെ ഞാൻ ഇവിടെ പരിചയപ്പെട്ടിരുന്നു. ഒരു മരുഭൂമിയിലേക്ക് കയറി ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്ത് സ്ഥലമാണെന്ന്. അപ്പോഴാണ് പറയുന്നത് ഇവിടുത്തെ ഗ്രൗണ്ടാണെന്ന്. ഇന്ന് രാത്രി എന്തോ വലിയ ഇവന്റ് നടക്കാൻ പോവുകയാണ്. അത് ആ ബലൂണൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. വലിയ സ്റ്റേജ് പണി കിടക്കുന്നു. ഒരു ട്രക്ക് വന്ന് കിടക്കുന്നു. അവിടെ തന്നെ NIT കുറച്ച് കൂട്ടുകാർ പറഞ്ഞ് ഇവിടെ ഒരു എക്സ്പോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എക്സ്പോ കാണാനാണ് പോയത്. എയറോസ്പേസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന എക്സ്പോ പോലെ ഉണ്ടത്. NIT ഇത്രയെങ്കിലും മോഡേൺ ആയിട്ട് തോന്നി എനിക്ക് ഈ ബിൽഡിംഗ് ആണ്. എന്താ ഇവിടുത്തെ കൺവെൻഷണൽ ഹാളാണിത്. ഈ ബിൽഡിങ്ങിന് തൊട്ട് മുന്നിൽ ഒരു കാരവാൻ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. കുറച്ച് മോഡേൺ ഫീൽ എനിക്ക് ഇവിടെയാണ് തോന്നിയത്. അത് റോക്കറ്റിൻ്റെ സാധനങ്ങളും മറ്റും ഇവിടെ വെച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ കാരവാനുള്ളിലേക്ക് കയറാൻ തീരുമാനിച്ചു. കാരവാൻ്റെ അവിടെ ഒരു ചേച്ചിയും ചേട്ടനും നിൽക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കാനാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞും തരും. നല്ല ചുമയുള്ളതുകൊണ്ട് എൻ്റെ റോൾ എൻ്റെ കൂട്ടുകാരൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അവൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ഇവിടെ റോക്കറ്റുകളുടെ സാറ്റലൈറ്റുകളുടെ മോഡലാണ് കേസ് ഇവിടെ കാണുന്നത്. ഇവരുടെ വർക്കെല്ലാം നല്ല അമേസിങ് ആയിട്ടുണ്ട് കേസ്. കണ്ട് ആസ്വദിക്കേണ്ടതാണ് കേസ്. ശാസ്ത്രത്തിന് എഞ്ചിനീയറിങ്ങിനെ സഹായിക്കുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസ് ആണ് കേസ് NIT ISROയുടെ അച്ചീവ്മെന്റ്സും മിഷനും എല്ലാം ഒരു ചെറിയ കാരവാനുള്ളിൽ ഇവർ ആവിഷ്കരിച്ചിരിക്കുകയാണ് കേസ്. കാരവാനിനുള്ളിലെ കാഴ്ചകൾ കണ്ടു നമ്മൾ അടുത്ത് ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് പോകാൻ തയ്യാറായി. ചന്ദ്രയാൻ 1 ഒരു മോഡലാണ് കേസി കാണുന്നത് ഇവിടെ. അതുപോലെ മംഗൾയാൻ തൊട്ടടുത്ത് ചേർന്നിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ കല്യാണ മണ്ഡപം പോലെ ഇരിക്കുന്ന NIT ഓഡിറ്റോറിയത്തിലേക്ക് കയറി. ഉള്ളിലേക്ക് ചെന്നപ്പോൾ വലിയ ഹാള്, കൂറ്റൻ ഫാനുകളും മറ്റും. ഒരു പ്രൊഫഷണൽ എക്സ്പോ എന്ന് വേണം ഇതിനെ പറയാൻ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സ്ഥലം. ഇന്ത്യൻ എയർഫോഴ്സ് നടത്തുന്ന എക്സ്പോ ആണിത്. അങ്ങനെ നമ്മൾ എക്സിബിഷൻ സെൻറ്ററിലേക്ക് കയറി ചെന്നു. ഇതാ 2 ഫൈറ്റർ ജെറ്റാണ് ആൾക്കാർ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള 5th ജനറേഷൻ ഫൈറ്ററാണ്. തൊട്ടപ്പുറത്തുള്ളത് പഴയ മോഡലാണ്. ഫൈറ്റർ ജെറ്റ് പൈലറ്റ്മാർ ഉപയോഗിക്കുന്ന സ്യൂട്ടൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി. ഇതെല്ലാം എയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ റെഡ് കാർപ്പറ്റിലൂടെ അങ്ങനെ നടന്നു. അതാ ഡ്രോണ്, അഗ്രികൾച്ചറൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോൺ, റോബോ, പിന്നെ ആളില്ലാതെ പറക്കുന്ന വിമാനമായ ഫ്ലൈയിങ് വെഡ്ജ് എല്ലാം ഇവിടെ ഉണ്ട് കേസ്. ഇനിയുള്ള കാലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിന് വേണ്ടിയുള്ള ഡ്രോൺ മോഡലുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പടുകൂട്ടൻ ടെലിസ്കോപ്പുകളും മറ്റ് സ്പേസ് ഒബ്സർവേഷൻ എക്യുപ്മെൻറ്റ്സും എല്ലാം ഇവിടെ ഉണ്ട് കേസ്. ഉച്ച സമയത്ത് ഫുഡ് സ്റ്റോളിൽ കണ്ട അത്രയും തിരക്കുതാ. ഇവിടെ ഈ ടെക്നിക്കൽ സാധനങ്ങൾ കാണാൻ ഇവിടെ പിള്ളേരെല്ലാം തടിച്ചു കൂടിയിരിക്കുന്നു കേസ്. എവിടെ പോയാലും ടെക്നിക്കൽ കാര്യങ്ങളായിട്ടുള്ള NIT ഒരു അത്ഭുതമാണ് കേസ്.
എൻ്റെ അമ്മ യമണ്ട ഫാന്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം തന്നെ കാണുന്നത്. ഇപ്പോഴാണ് കേസ് സൈക്കിളിൻ്റെ വില എനിക്ക് മനസ്സിലായി. കാരണം നല്ല പൊരിഞ്ഞ വെയിലാണ് കേസ്. നടന്നാൽ തീർന്നു നിങ്ങൾ. നാട് ജീവിതത്തിലെ അവസ്ഥയായിപ്പോൾ കേസ്. ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ചില ബിൽഡിങ്ങുകളൊക്കെ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ ഇവിടുത്തെ വൈബൊക്കെ അടിപൊളിയാണ് കേസ്. നല്ല നല്ല ഇവൻറ്റ്സും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ സൈക്കിളിൽ മാത്രം സൈക്കിൾ പാർക്കിംഗ് ഏരിയ വരെ ഉണ്ട് കേസ്. അങ്ങനെ അടിപൊളി സ്ഥലം. ഇത്രയും തിളച്ച് നിൽക്കുന്ന തിരുച്ചിറപ്പള്ളിയിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇവിടെ തണൽ മരങ്ങളും ഇവിടുത്തെ സൈക്കിളുകളും ഇവിടുത്തെ സ്റ്റുഡൻസിന് വളരെ ആശ്വാസമാണ് കേസ്. NITയിൽ ഒരുപാട് ഇവൻറ്റ്സ് നടക്കും. ഇവിടെ ഫെസ്റ്റംബറാണ് ഏറ്റവും വലിയ ഫേമസ് ഇവൻ്റ്. ഇവിടെ ഒരുപാട് കോളേജുകളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നൊക്കെ പിള്ളേർ വരും. ജെയിലൊക്കെ അടിപൊളി റാങ്കിങ് എടുത്ത പിള്ളേരാണ് കേസ് ഇവിടേക്ക് പഠിക്കുന്നത്. ഞാൻ ഇവിടുത്തെ 2-3 പേരെടുത്ത് സംസാരിച്ച കേസ് എല്ലാ കുട്ടികളും നല്ല ബ്രൈറ്റായിട്ട് തിങ്ക് ചെയ്യുന്ന കുട്ടികളാണ്. ഇവിടെ പ്ലേസ്മെൻറ്റ് വിങ്ങിനായിട്ട് പ്രത്യേകം തന്നെ ഒരു ബ്ലോക്ക് തന്നെയുണ്ട് കേസ്. അങ്ങനെ നമ്മൾ മെയിൻ ഗേറ്റ് ലക്ഷ്യമിട്ട് പോകുന്നത് സൈക്കിളുകൾ ഇഷ്ടം പോലെ കിടക്കുന്നു കേസ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ തീരുകയാണ് കേസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും 1000 താങ്ക്സ് കേസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ കൂടുതൽ ചെയ്യുന്നതാണ് കേസ്.